ഹോസ്പിറ്റലിലാണെങ്കിലും ഗെറ്റപ്പിലല്ലേ വരുള്ളൂ അല്ലേ? വാച്ച്, പച്ച ഷർട്ട്, എന്ത് പറ്റിയതാ? ആകാശം നോക്കി നടന്നോ? ആകാശം നോക്കി നടന്നോ? ഗുഡ് മോർണിംഗ് ഗൈസ്. നിങ്ങളെല്ലാവരും എല്ലാം അടിച്ചു പൊളിച്ചിരിക്കാന്ന് വിശ്വസിക്കുന്നു. എനിക്ക് പിന്നെ അവിടെ ഭയങ്കര അടിച്ചുപൊളിയാണല്ലോ. ഓ മൈ ഗോഡ് ഗൈസ്, എന്റെ കാല് പടിയായി. ലുക്ക് അറ്റ് ദിസ് ഗൈസ്, ലുക്ക് അറ്റ് ദിസ്. എനിക്ക് പറ്റിയത് കറക്റ്റ് പറഞ്ഞാൽ ഇവിടെ, ഇവിടെ ആണെങ്കിൽ ഇവിടെ അങ്ങോട്ട് മറിഞ്ഞു പോയി ഗൈസ്. ഈ ഭാഗം നമ്മൾ മൂന്നാർ പോയില്ലേ, അവിടുത്തെ ഫോഗ് നോക്കി മാനത്തെ അട്ടത്തേക്ക് നോക്കി. ഇതാണ് പണ്ടുള്ളത് പറഞ്ഞത്, മാനത്തേക്ക് നോക്കി നടക്കരുത്. അങ്ങനെ നടന്ന് ആയി കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് കാല് പോയി ഗൈസ്. വെരി സിമ്പിൾ. ബട്ട് ആക്ച്വലി ഇന്ന് 3-ാമത്തെ ദിവസമാണ്, 3-4 ദിവസമാണ്. പക്ഷെ ഇപ്പം എനിക്ക് അത്ര പെയിൻ ഒന്നുമില്ല കേട്ടോ. പക്ഷേ ഞാൻ സ്റ്റിൽ നല്ല പെയിൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്ന് അഭിനയിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് കാലിനൊക്കെ ഇങ്ങനെ പറ്റിക്കഴിഞ്ഞാൽ ഭയങ്കര കെയറാണ് ഗൈസ്. എസ്പെഷ്യലി ആൽഫി എനിക്ക് ഫുഡ് വാരി തരുന്നു, എന്താ പറയുക, എന്നെ ബെഡിൽ കിടത്തുന്നു, ഉറക്കുന്നു, ബാത്റൂമിൽ കൊണ്ടുവന്നു. ലിറ്ററലി എനിക്കിപ്പോൾ എന്താ പറയുക, ആൽഫി ആ ലൈറ്റൊന്ന് ഓഫാക്കുക എന്ന് പറഞ്ഞാൽ ആദ്യമാണ് നീ പോയി ഓഫാക്കണ പറയുക. പക്ഷെ ഇപ്പോൾ അവൾ പോയി ഓഫാക്കുന്നത്. ഈ പൊട്ടിയ കാലം കൊണ്ട് എന്തൊക്കെ VIP ട്രീറ്റ്മെൻറ്റാ കേസ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ എനിക്ക് വേദന ഒന്നുമില്ല, പക്ഷെ സ്റ്റിൽ ഐ ആം ആക്ടിങ്. ഇന്നലെ മുതലേ ആക്ടിങ് തുടങ്ങണേ. അപ്പം എന്ന് വിചാരിച്ചാൽ വ്ളോഗ് ചെയ്യാന്ന്. ഇപ്പോൾ ഫുഡ് എടുക്കാൻ പോയാണ് കേസ്. എനിക്ക് റൂമിലിരുന്നാൽ മതി, എല്ലാം ഇവിടെ എത്തും. 5 സ്റ്റാർ. ഓക്കെ, എനിക്ക് താഴോട്ടൊന്നും പോകണ്ട. സോ എന്തൊരു ജീവിതം ആസ്വദിക്കുകയാണ്. എന്ന് വെച്ചത് നല്ല കാര്യമൊന്നുമില്ല. പൊട്ടിയപ്പോൾ നല്ല വേദന ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം വേദന ഒന്നുമില്ല. ഇപ്പം കൂളാണ്. ഇപ്പം ഫുഡൊക്കെ ആയിട്ട് വരിക. അപ്പോൾ ഇന്ന് ഞാൻ അവളെ കംപ്ലീറ്റ്ലി പ്രാങ്ക് ചെയ്യാണ്. സോ അവളുടെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം കേസ്. ഓക്കെ. പാവം കാലിന് സുഖമില്ലാത്ത ആളാണ്, പാവം കാലിന് സുഖമില്ലാത്ത ആളാണ്. പിന്നെ ഞാൻ പറയാൻ മറന്ന്, എനിക്ക് ഏർലി മോർണിംഗ് ഇതാക്കണ കുറച്ച് കോഫിയും വാട്ടർ മെലോണും കിട്ടീന് കേട്ടോ. സോ ഞാൻ 2-ാമത്തെ ഫുഡാണ് ഇപ്പം വെയിറ്റ് ചെയ്യുന്നത് ഗൈസ്. അപ്പം ഇന്ന് നമ്മുടെ സോളാർ കറണ്ട് എത്ര നോക്കാം. അപ്പോൾ ഇതൊക്കെ അവൾ വന്നോളും. 13. ഓക്കെ 13 അല്ല കേട്ടോ, 1.37 സാധനങ്ങളാണ് ഇപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പം 8.60 കിലോവാട്ട്സ് ഉണ്ടാക്കി കേട്ടോ. ടോട്ടൽ 260 ഇത്രയും ദിവസം കൊണ്ട്. കറണ്ട് ബില്ല് വരുമ്പോൾ ഗൈസ് ഐ എം സോ എക്സൈറ്റഡ്. പിന്നെ എന്താ സംഭവിച്ചാൽ ഒരു മാസം, ഇത് ഓരോരോ മാസത്തെ കറണ്ട് ബില്ല് കേട്ടോ. സാധാരണ നമുക്ക് 2 മാസത്തെ കറണ്ട് ബില്ലല്ല വരാറ്. പക്ഷേ സോളാർ വെച്ച് കഴിഞ്ഞാൽ ഓരോരോ മാസത്തെ കറണ്ട് ബില്ല് ഇങ്ങനെ ടപ്പേന്ന് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇനി കറണ്ട് ബില്ല് അടിക്കൽ കൂടും. എത്ര രൂപ എന്ന് എന്തായാലും അപ്ഡേറ്റ്. എനിക്ക് തോന്നുന്നു ഒരു മാസം ആവാനായിരുന്നു നമ്മൾ വെച്ച്. മാസം 2 വീക്ക് ആയിട്ടുള്ളൂ കേട്ടോ. അപ്പം വരട്ടെ, ഞാൻ പറഞ്ഞുതരാം. ബേബി എവിടെ? സൺഡേ. ഇത് സൺഡേ ആയതുകൊണ്ട് ലേസി ഫുഡ്. ഇതെന്താണ്, ചിക്കനാണോ? കഴിച്ചു നോക്ക്. കോളിഫ്ലവർ. ഇതെന്തോ കഴിച്ചു നോക്ക്. എന്താ ചീസ്? ഇത് ഇറ്റാലിയൻ ഫുഡോ? കൊന്നെ. കഫേലൊന്നും പോകണ്ട കൈസ്, ഇവിടെ ഇരുന്നാ മതി. ചീസ് സംതിങ് ഗൈസ്. ഇത് മറ്റേ സാധനത്തിൽ വെച്ചുണ്ടാക്കിയാലേ ഇഷ്ടപ്പെട്ട്. കാല് ഭയങ്കര വേന. അയച്ചിട്ട് കെട്ടണോ? ഇത് റെഡി ആയിട്ട് പതിയെ വേദന ആണോ? കെട്ടിയത് റെഡി ആയിട്ടില്ല. അതായിരിക്കും. തൊടലേ തൊട്ടില്ല, നീ ഓവറാക്ട് ചെയ്യല്ല. കാല് ഇവിടെ ബെഡിൽ വെച്ചിട്ട് ഒരു സുഖം കിട്ടുന്നില്ല. എന്നാ മാറും എൽഫി? അങ്ങനെ തൊടല്ലേ എന്റെ പൊന്നെ. ഇവിടെ ഈ ലെഫ്റ്റ് സൈഡില് കണ്ട, നീ കൈ വെച്ചാ കണ്ട കറക്റ്റ് കാണിച്ചെടുത്ത. പക്ഷെ നീര് കുറഞ്ഞു. നല്ല നീര് കുറഞ്ഞു. നീരില്ലല്ലോ. ഇവിടെ ഈ കാല് നോക്കി ഒരു മാതിരി മത്തം കുത്തിയമാതിരി. ഇല്ല, കാല് റെഡിയായി. ഇങ്ങനെയല്ലായിരുന്നു ഇവിടെ. ഇങ്ങനെ ഇല്ല, ഇവിടെ ഇങ്ങനെ മാതിരി കാല് കണ്ട. അൽഫിയ ഗുളിക അയച്ചില്ലെന്ന്. ഇന്നലെ നൈറ്റ് അയച്ചിരുന്നില്ലല്ലോ. ഒരുപാട് അടിക്കണ്ട, അത്ര മതി, അല്ലെങ്കിൽ കൊള്ളത്തില്ല. വേദന കുഞ്ഞിത് എന്നാ കേസ് മാറുക അറിയില്ല കേട്ടോ. വള്ളിക്കിട്ട് സാരില്ല. 1 വീക്കാണ് പറഞ്ഞത്. ട്യൂസ്ഡേ പറ്റി. ഇന്നിപ്പോ അധികം ആയിട്ടില്ല. സോ യു വിൽ ബി എത്ര. എന്റെ എല്ലാ കാര്യങ്ങളും ഓളായിട്ട് നോക്കണ. ഫുഡ് റൂമിലൊക്കെ കൊണ്ടുതരണ്ട. എന്റെ ബേബി ചില സമയം വണ്ണാക്കിലേക്ക് വരെ ഇട്ടിരുന്നു. Is that done? Almost.
ഇങ്ങനെയാണ് എന്നെ അവള് കൊണ്ടുപോകണത്. കാണിച്ചു തരാം. കൈ കാല് കുത്തല്ല. ഇല്ല. നടക്കാൻ കഴിയുന്നില്ല, കാല് കുത്താൻ കഴിയുന്നില്ല. അതാണ് സീൻ. ആരോഗ്യമുള്ള വൈഫിനെ കിട്ടിയത് നന്നായി കേസ്. ആരോഗ്യമില്ലാത്ത വൈഫാണ് ഇപ്പൊ അവിടെ കടന്നേനെ. വീൽ ചെയർ കൊണ്ടുവരും. എനിക്ക് ആരോഗ്യമില്ലായിരുന്നു, ഞാൻ വീൽ ചെയർ എടുക്കും. എങ്ങനെയുണ്ട് ട്രീറ്റ്മെന്റ്? എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? സെറ്റ് ട്രീറ്റ്മെന്റ് അല്ലേ? ഇനി വേണേൽ ഞാൻ താഴോട്ട് പോട്ടെ കേസ്. ഓക്കെ, കുറച്ചേരം മുമ്പ് പോയി TV ഒന്നും കാണാൻ കഴിയാൻ നോക്കാം. അവള് വരണം. അവള് വന്നിട്ട് എന്നെ പിക്ക് ചെയ്ത് കൊണ്ടുപോകണം. പറഞ്ഞു തീർന്നതിന് മുമ്പ് ബേബി വീണ്ടും വന്നല്ലോ. എന്താ കൊണ്ടുവന്നേ? ഞാൻ എന്റെ ബേബി നല്ലതാന്ന് പറയായിരുന്നു. കാലിന്റെ വേദന പെട്ടെന്ന് മാറട്ടെ എന്ന് പറയായിരുന്നു ഞാൻ. എന്താ കൊണ്ടുവന്ന? ഇന്നലെ രാത്രി ഞാൻ പായസം ഉണ്ടാക്കിയില്ലേ? പായസം, ഐസ്ക്രീം, പായസം എല്ലാം കുറച്ചുള്ളൂ. കാരണം ഇങ്ങനെ വെറുതെ അടങ്ങി ഒതുങ്ങിയിരിക്കുകയാണ്. അപ്പൊ തടി വെക്കും. പായസം കുടിച്ചു. മോനെ ഞാൻ കഴിച്ചില്ല. ഞാൻ കഴിക്കാതിരിക്കാൻ വേണ്ടി ഇച്ചിരി ഉണ്ടാക്കിയുള്ളൂ. കുഞ്ഞു കഴിച്ചു, നീ കഴിച്ചു, ഇനി ബാക്കിയുള്ളൂ. നമ്മളെ മറ്റേ ഷോപ്പിൽ നിന്ന് കിട്ടൂലേ ഈ ഒരു പായസം കിട്ടൂലേ, അതുമാതിരി തന്നെ ഭയങ്കര ക്രീം സാധനം. ഞാൻ അതിലേക്ക് ഐസ്ക്രീം മിക്സ് ചെയ്തിട്ടൊരു പിടുത്തുണ്ട് മോനെ. ബട്ട് ഐ ഫീൽ ലൈക്ക് ഐസ്ക്രീം കൊള്ളത്തില്ല, പായസമാണ് കൊള്ളുക. ഐസ്ക്രീം പോരാ കേസ്. ഐസ്ക്രീം വനില അല്ലേ? അറിയില്ല, വനിലയാണ്. വേറെ കമ്പനീൻ്റെ ഒന്ന് തോന്നുന്നു. പക്ഷെ പായസം വൈദവേ പുറത്ത് വരെ മഴ കയറുന്നു. ഞാൻ ടാബ് നോക്കിയിരിക്കുക കേട്ടോ. താഴോട്ട് പോകാൻ വയ്യ, അതുകൊണ്ട് ടാബിൽ നമ്മൾ പഴയ ഇതൊക്കെ ഞങ്ങൾ പഴയ ഫോട്ടോസ് ആട്ടോ. ഓൾഡ് മെമ്മറീസ് കേസ്, ഓൾഡ് മെമ്മറീസ്. ഒരു പണി എടുക്കണ്ട, ഇങ്ങനെ ഇരിക്കാം. ഇറ്റ്സ് ഗുഡ് റൈറ്റ്, ഇറ്റ്സ് ഗുഡ്. നെറ്റ്ഫ്ലിക്സ് കണ്ട് ചില്ല ചെയ്തിരിക്കാം. സോ പാട്ടുണ്ട് ബേബി, പാവം ബേബി. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ. ഞാൻ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് എന്നെ കാലിന് വയ്യാത്തതുകൊണ്ടൊന്നും പരിപാടികളൊന്നും നടക്കില്ല. അങ്ങോട്ട് പോലും നടക്കുന്നില്ലല്ലോ. ആ മൂന്നാറിന് എങ്ങനെ അവിടെ എത്തിയെന്ന് വെച്ചാൽ വലിയൊരു സ്റ്റോറിയാണ്. നേരെ അവിടെ എത്തിയാൽ വെച്ച് നേരെ റണയിലേക്ക് പോകാമെന്ന്. പക്ഷേ ഒരു ദിവസം അവിടെ 2 ദിവസം അവിടെ സ്റ്റേ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ സ്റ്റേയിൽ ഇത് പറ്റി. അതവിടെ നിന്ന് പിന്നെ അവിടുത്തെ ഹോസ്പിറ്റലിൽ ഇതില്ലായിരുന്നു, എക്സ്റേ ഇല്ലായിരുന്നു. നല്ല കിടുക്കം പെയിനായിരുന്നു, രക്ഷയില്ലാത്ത പെയിനായിരുന്നു. പറ്റിയപ്പെട്ടോ, തൊട്ടാൻ പോലും, കാലം അനക്കാൻ പോലും കഴിഞ്ഞില്ല. പക്ഷേ പിന്നെ ഇവിടെ എത്തി 2 ദിവസം റെസ്റ്റ് എടുത്തപ്പം എല്ലാം ഓക്കെ. പക്ഷേ ഇപ്പം എന്തോ ഒരു പെയിനുള്ള പോലെ, അഹങ്കാരം കൊണ്ട് ഇങ്ങനെ ഞാൻ അങ്ങോട്ടും നല്ലോണം നടന്നിരുന്നു. അതുകൊണ്ടാണോ എന്ന് അറിയില്ല, ചെറുതായിട്ടൊരു പെയിനുള്ള പോലെ കേസ്. അവർ പ്രത്യേകിച്ച് ഒരു 2 ആഴ്ച കറക്റ്റ് ബെഡ് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. കാരണം ഫ്ലിപ്പായി പോയതാണ്, അതായിരുന്നു സീൻ. സോ ഞാൻ കാലൊക്കെ റെഡി ആയിട്ട് നമുക്ക് പുതിയൊക്കെ വീഡിയോ ആയിട്ട് വരാം കേസ്. മൊത്തം മടിയായിപ്പോയി, എന്താ ചെയ്യാം. ഹാപ്പി ഓണം ആവാനായില്ലേ? സോ ഓണത്തിന് നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, ബൈ.